ഹായ്, ഇത് തൃക്കടവൂർ നീരാവിൽ ശ്രീ ഭൂതക്കാവ് ദേവീക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ അതായത് ക്രിസ്മസ് ദിനത്തിലാണ് ഉത്സവം തുടങ്ങുന്നത്. അങ്ങനെ ഇന്നലെ ഇവിടെ ഒന്നാം ഉത്സവമായിരുന്നു. 5 ദിവസത്തെ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ഈ ഒന്നാം ദിവസത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം സമൂഹ സദ്യയാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ പ്രാർത്ഥനയെക്കാളും മുഖ്യമായിട്ട് ഞാനിന്ന് അവിടെ പോയത് തന്നെ ആ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല പോയത്, എൻ്റെ കെട്ടിയവനും മോനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സമൂഹ സദ്യ തുടങ്ങുന്നത് ഒരു 11:30 മണിയൊക്കെ ആകുമ്പോഴാണ്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു 10-10:15 ആയിട്ടുള്ളൂ. കാരണം 11 മണി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് സദ്യയ്ക്ക്. നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പോയി സ്ഥലമൊക്കെ പിടിക്കാമെന്ന് കരുതി. ഞാൻ ചെന്നപ്പോഴേ കുറേ ആൾക്കാർ അവിടെ മുന്നേ വന്നിരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും അവിടെ ഒരു കസേരയൊക്കെ പിടിച്ച് അവിടെ ഇരുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ കെട്ടിയോനും മോനും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെൻ്റെ വീട്, അതായത് എൻ്റെ സ്വന്തം വീട്, കെട്ടിയൻ്റെ വീടല്ല, അവിടെയാണ്. ആദ്യം നമ്മുടെ ഗണപതി ഊട്ടാണ്. അതിനുശേഷം നമ്മുടെ കുഞ്ഞിരാമായണത്തിൽ പറയുന്ന പോലെ ഇലയിട്ടു, അച്ചാർ വന്നു, തോരൻ വന്നു, ചമ്മന്തി, മുളക് കേട്ടോ, നല്ല ടേസ്റ്റ്. അങ്ങനെ ഞങ്ങളുടെ കൊല്ലംകാരുടെ 1ാം റൗണ്ട് ചോറ് വന്നിട്ടുണ്ട്. കൊല്ലത്ത് സദ്യ മുന്നേ കണ്ടിട്ടുള്ളവർക്കറിയാം ഇവിടെ എത്ര തവണയാണ് ഈ ചോറ് വരുന്നതെന്നുള്ളത്. അപ്പോൾ പരിപ്പ് വന്നു, പപ്പടം വന്നു, ചമ്മന്തി, പിന്നെന്താ നമ്മുടെ ഈ പാവയ്ക്ക വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 1ാം ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് 2ാം ഘട്ടം ചോറും സാമ്പാറും വന്നിട്ടുണ്ട്. അതിനുശേഷം ആദ്യം വന്നത് അടപ്രഥമനാണ് കേട്ടോ. അതും നല്ല ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചപ്പോഴത്തേക്ക് പാൽപ്പായസം വന്നു. അങ്ങനെ പാൽപ്പായസം ഏതാണ്ട് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നു പൈനാപ്പിൾ പായസം. ഇനി നമ്മുടെ 3ാം റൗണ്ട് ചോറ് വന്നു. അതെനിക്ക് വേണ്ടാത്തതുകൊണ്ട് തന്നെ കെട്ടിയാൽ മാത്രമേ കഴിച്ചുള്ളൂ, വയറ്റിൽ സ്ഥലമില്ലായിരുന്നു. രസം വന്നു. അവസാനമായിട്ട് പച്ചമോരും എത്തിയിട്ടുണ്ട്. അതും കൂടി കുടിച്ച് ആഹാ സൂപ്പർ.